എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കറിയാം ജൂൺ 20-ാം തീയതി അഹമ്മദാബാദിൽ നടന്ന സംഭവം. ടാറ്റ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ബോയിങ് 787 അപകടത്തിൽപ്പെടുകയും 242 യാത്രക്കാരിൽ 241 പേര് മരിക്കുകയും 50-ലോ അടുത്ത് പ്രാദേശികവാസികൾ മരണപ്പെടുകയും ഉണ്ടായി. ഈ ആക്സിഡന്റിനകത്ത് നമ്മളുടെ ഒരു മലയാളി, ഒരു നേഴ്സ് രഞ്ജിത നായർ, പത്തനംതിട്ടക്കാരിയാണ്, പുല്ലാട് പത്തനംതിട്ടക്കാരിയാണ്. പുള്ളിക്കാരത്തിയുടെ ശരീരഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബോഡി ഐഡന്റിഫിക്കേഷന് വേണ്ടി പുള്ളിക്കാരത്തിയുടെ ആങ്ങളെ ആദ്യം വിളിച്ചു. പിന്നീട് അത് നടക്കാതെ വന്നപ്പോൾ അമ്മയെ വിളിച്ചിരിക്കുകയാണ്. ഇതുവരെ പുള്ളിക്കാരത്തിയുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഈ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്, എങ്ങനെയാണ് നടത്തുന്നത്, എന്തുകൊണ്ടാണ് രഞ്ജിതയുടെ അമ്മയെ ഐഡന്റിഫിക്കേഷന് വിളിച്ചത്, ചേട്ടനെ ആങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അമ്മയെ വിളിച്ചത്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കാര്യം, എന്തിനാണ് ഈ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്? നമുക്കറിയാം ഇത് വലിയൊരു എക്സ്പ്ലോഷനാണ് നടന്നത്. ബ്ലാക്ക് ബോക്സ് വരെ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഡിഗ്രി സെൽഷ്യസിലും 1 മണിക്കൂറും അനവധി 3000 PS അല്ലെങ്കിൽ 6000 മീറ്റർ വെള്ളത്തിന്റെ അടിയിൽ, അങ്ങനെ പല സാഹചര്യത്തിലും ഒരു കേടുപാടുകളും കൂടാത്ത ബ്ലാക്ക് ബോക്സിന് വരെ കേടുപാടുകൾ സംഭവിച്ച ഒരു വലിയ എക്സ്പ്ലോഷനാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ള ഒരു ചോദ്യം വരാം. അപ്പോൾ ഇത് പല കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ലീഗൽ കാര്യത്തിനാണ് ഐഡന്റിഫിക്കേഷൻ. കാര്യം ഡെത്ത് സർട്ടിഫിക്കറ്റ് മരിച്ചുപോയ ആ വ്യക്തിയുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്. കാര്യം ഈ മരിച്ചുപോയ വ്യക്തിയുടെ സ്വത്ത് വിവരങ്ങൾ കൈമാറുന്നതിനും ഈ മരിച്ച വ്യക്തിയുടെ ഇണയുടെ റീമാരേജിനും അല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തി ഉൾപ്പെടുന്ന എന്ത് ലീഗൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്ത് വ്യാപാര വ്യവസ്ഥകൾക്കും ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്റർനാഷണൽ ട്രീറ്റീസ്, അതായത് പല രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പല വിമാനങ്ങളും പല രാജ്യത്തിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും, അതായത് അവരുടെ രാജ്യക്കാരുടെ മരണപ്പെട്ട വ്യക്തികളുടെ ഐഡന്റിഫിക്കേഷൻ അതാത് രാജ്യക്കാർക്ക് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണത്തിന്, അതായത് ഈ ഒരു ആക്സിഡന്റ് അട്ടിമറിയാണോ, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, ആരൊക്കെ മരിച്ചു, ഇതിനകത്ത് വല്ലോ നുഴഞ്ഞു കയറിയ ആൾക്കാരുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടി ഐഡന്റിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും പല മതങ്ങളിലും പല ആചാരങ്ങളിൽ കൂടെയും പല രാജ്യത്തിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് ഓരോ ഭൗതിക ശരീരം നിമജ്ജനം ചെയ്യുന്ന ഓരോ ചടങ്ങുകളുണ്ട്. ഈ ഒരു മാനുഷിക മൂല്യം കണക്കാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷനായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഒരു ഭാഗം കിട്ടിയാൽ തന്നെ ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദത്തിന് ഒരു ഉത്തരം കിട്ടുക എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. എങ്ങനെയാണ് ഈ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്? നമുക്കറിയാം, ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ ബോഡി ആസ് ഇറ്റ് ഈസ്, അതായത് ബോഡി കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ബോഡിയുടെ ഭാഗങ്ങൾ മാത്രം കിട്ടിയാലായി. അപ്പോൾ ഈ ഭാഗങ്ങൾ തന്നെയും നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചതായിരിക്കാം. നിങ്ങൾക്കറിയാം, വലിയൊരു എക്സ്പ്ലോഷനാണ് നടന്നത്. 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ് നടന്നത്. ആ എക്സ്പ്ലോഷനിൽ അല്ലെങ്കിൽ ആ ഒരു പൊട്ടിത്തെറിയിൽ ശരീരഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കാം എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ DNA ടെസ്റ്റും കൊണ്ടാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ, കിട്ടിയ ഭാഗം ഇന്ന വ്യക്തിയുടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഈ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ അതായത് മിസ്സിംഗ് ആയിട്ടുള്ള, മരിച്ചെന്ന് കണക്കാക്കപ്പെട്ട വ്യക്തികളുടെ അടുത്ത ബന്ധുക്കൾ, ട്വിൻസ് ആണെങ്കിൽ ട്വിൻ ബ്രദർ, സിബിളിങ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരുടെ കയ്യിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ബോഡി പാർട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ DNA ശേഖരണത്തിന് പറയുന്ന പേരാണ് DNA സാമ്പിളിംഗ് എന്ന്. നമുക്ക് DNA എന്താന്ന് നമുക്കറിയാം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഈ DNA എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്, ന്യൂക്ലിയർ DNA, മൈറ്റോകോൺഡ്രിയൽ DNA. ഈ DNA എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് ന്യൂക്ലിയസിനകത്താണ്, സെല്ലിന്റെ ന്യൂക്ലിയസിനകത്താണ്, മറ്റേത് മൈറ്റോകോൺഡ്രിയലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന നമുക്കറിയാം സെല്ലും കൊണ്ടാണ്. അതായത് 6000 ബില്യൺ, അതായത് 6 ×
12 അതായത് 6000 ബില്യൺ സെൽസും കൊണ്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മനുഷ്യ ശരീരത്തിൽ എല്ലാത്തിനും DNA എന്ന് പറയുന്ന ഘടകമുണ്ട്. ഈ DNA എന്ന് പറയുന്ന ഘടകങ്ങൾ ക്രോമോസോമിനകത്താണ് ഇരിക്കുന്നത്. പറയുന്ന എല്ലാ സെൽസിനകത്തും 23 പേർ ക്രോമോസോംസ്, അതായത് 23 അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടുക, 23 അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുക, അങ്ങനെ 23 പേർ ക്രോമോസോംസ് നമ്മളുടെ ഓരോ സെല്ലിന്റെയും ന്യൂക്ലിയസിനകത്തുണ്ട്. അറിയാം, എക്സ് പോലത്തെ ഒരു സാധനം, അതാണ് ക്രോമോസോം. ഈ ക്രോമോസോമിനകത്ത് തിക്കി ഞെരുക്കി വെച്ചിരിക്കുന്ന ഡബിൾ ഹെലിക്കൽ, അതായത് കോബിണി പോലത്തെ ഒരു സ്ട്രക്ചറിനെയാണ് DNA എന്ന് പറയുന്നത്. ഈ DNA എന്ന് പറയുന്നത് ഒരു ക്രോമോസോമിനകത്ത് ഏകദേശം 2 സെന്റിമീറ്റർ, ഒരു ക്രോമോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ചെറുതാണെന്നുള്ളത്, അതൊരു മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് 2 സെന്റിമീറ്റർ തിക്കി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഡബിൾ ഹെലിക്കൽ, അതായത് ഒരു ഗോപിടി പോലെ ആകൃതിയുള്ള ഒരു വള്ളിയാണ് DNA. അതിനകത്ത് എവിടെയാണ് ജീൻ? ഒരു വ്യക്തിയുടെ സ്വഭാവം കണക്കാക്കുന്നത് ജീനിൽ കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ, അല്ലെ? DNA, ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക DNA ഉണ്ടായിരിക്കുള്ളൂ. അതായത് 1 in a billion, അതായത് 1 ബില്യൺ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരാളായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള DNA സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ ലോകത്തിൽ ഐഡന്റിക്കൽ ട്വിൻസ് ഒഴികെ, അതായത് ട്വിൻസ് ഒഴികെ ബാക്കി എല്ലാവർക്കും DNA-യുടെ വായന അല്ലെങ്കിൽ റീഡിങ് വ്യത്യാസമായിരിക്കും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ വെച്ചാണ് ഈ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ഇതിനകത്ത് വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഞാൻ പറയാം. ഒരു വ്യക്തിയുടെ മൊത്തം ജീനോം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ മൊത്തമേ ഉള്ള DNA എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂലോകത്തെ, നമ്മുടെ ഭൂമിയെ 17.5 ലക്ഷം പ്രാവശ്യം ചുറ്റാൻ തക്ക DNA ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നും, ആ ഒരു DNA-യിൽ നിന്നും ഒരു ചെറിയ ഭാഗം എടുത്താണ് നമ്മൾ ഈ ഐഡന്റിഫിക്കേഷന്, അതായത് ശരീരം ഭാഗം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ DNA സാമ്പിളിംഗ്, അതായത് ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഈ മരണപ്പെട്ടെന്ന് കണക്കാക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കളിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യും. ഈ സാമ്പിളുകൾ ബ്ലഡ് ആകാം, സലൈവ ആകാം, ഹെയർ ആകാം, അങ്ങനെ പല പല സാമ്പിൾസ് ഉണ്ട്. അതെല്ലാം സോഫ്റ്റ് ടിഷ്യൂ സാമ്പിൾസ് ആണ് കളക്ട് ചെയ്യുന്നത്. ആ സാമ്പിളിനെ മാച്ച് ചെയ്യുന്ന കിട്ടുന്ന ബോഡി പാർട്ടിലെ സാമ്പിളിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനകത്ത് പല പല ടെക്നിക്സ് ആണ് നമ്മൾ DNA ഐഡന്റിഫിക്കേഷന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ സെല്ലിന്റെ DNA ആണ് ഉപയോഗിക്കുന്നത്. മെജോറിറ്റി ഫോറൻസിക് കാര്യങ്ങൾക്കും കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ന്യൂക്ലിയർ DNA ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ മൈറ്റോകോൺഡ്രിയൽ DNA ആണ് ഉപയോഗിക്കുന്നത്. കാര്യം സോഫ്റ്റ് ടിഷ്യൂ മൊത്തം തരിപ്പണമായി, ചിലപ്പോൾ ആവിയായി പറന്നു പോയി കാണും. കാര്യം അത്രയും ചൂടുള്ള ഒരു സാഹചര്യമാണ്, എക്സ്പ്ലോഷനാണ്. അപ്പോൾ ചെറിയ മസിൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്, സലൈവ, ഫിംഗർ, ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം ഹാർട്ട് ടിഷ്യൂവിന്റെ ബോണ്, പല്ല്, എല്ല്, അതിൽ നിന്നും കിട്ടുന്ന DNA സാമ്പിളിന്റെ ഒരു സ്ട്രിപ്പ് എടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം എടുത്ത് മാച്ച് ചെയ്യുന്നത് ആണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഈ DNA സ്ട്രക്ചർ മനസ്സിലാക്കി. അപ്പൊ DNA സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോപിണി, നമ്മളെല്ലാം ജനിക്കുന്നത് ഒരു വലിയ ഗോപിണിയായിട്ടാണ് കണക്കാക്കുക. ഗോപിണിയുടെ ഒരു ഭാഗം അച്ഛന്റെ കയ്യിൽ നിന്നും കിട്ടും, ഒരു കമ്പിന്റെ പകുതി ഭാഗവും, ആ കമ്പുകളുടെ പകുതി, പടികളുടെ പകുതി ഭാഗങ്ങൾ, മറു കമ്പിയും പടികളുടെ പകുതി ഭാഗവും അമ്മയുടെ നിന്ന് കിട്ടും, അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടും. ഇത് രണ്ടും കൂടെ യോജിച്ചാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പടികൾ ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പടികളെല്ലാം കറക്റ്റ് ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഈ പടികളുടെ ഓരോ പടികളും 4 ടൈപ്പ് പടികളുണ്ട്. അത് 4ഉം പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 4 പടികളുടെ പേര് എന്ന് പറഞ്ഞാൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അപ്പൊ ഈ 4 പടി പല രീതിയിൽ അറേഞ്ച് ചെയ്യും പല ആൾക്കാരിൽ. അപ്പോൾ ചില പടികൾ റിപ്പീറ്റ് ചെയ്യുക, അതായത് ആവർത്തിക്കപ്പെടും. ഈ ആവർത്തിക്കപ്പെടുന്നതിന്റെ പേരാണ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്. അപ്പോ ഈ ഒരു പ്രക്രിയ പല ആൾക്കാർക്കും പല റെപ്പിറ്റേഷൻ ആയിരിക്കും. എനിക്കൊരു ആവർത്തനം, നിങ്ങൾക്കൊരു ആവർത്തനം. അപ്പൊ ഒരു DNA തന്നെ
എനിക്ക് 3 ആവർത്തനമായിരിക്കണം, നിങ്ങൾക്ക് 4 ആവർത്തനമായിരിക്കാം, അങ്ങനെ പല പല റെപ്പിറ്റേഷൻ ഉണ്ടായിരിക്കാം. ഇതിനെയെല്ലാം ബേസ് ചെയ്യുന്നത് നിങ്ങളുടെ അച്ഛനെയും അമ്മയും ബേസ് ചെയ്തായിരിക്കും. കാര്യം 50% DNA കിട്ടുന്നത്, ന്യൂക്ലിയർ DNA കിട്ടുന്നത് അച്ഛന്റെ കയ്യിൽ നിന്നും, 50% ന്യൂക്ലിയർ DNA കിട്ടുന്നത് അമ്മയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഈ കിട്ടിയ സ്പെസിമെൻ അതായത് ആ ഭാഗത്തിൽ നിന്നും നമ്മൾ DNA കളക്ട് ചെയ്യുക. ആ ഒരു ചെറിയ ഭാഗമേ കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ DNA ഡബിൾ ഹെലിക്സ് ആണല്ലോ. ഈ ഹെലിക്സ് നടുവേ മുറിക്കുക. നടുവേ മുറിച്ചിട്ട് ആ ഒരു ബാൻഡ്, ആ ഒരു സ്ട്രാൻഡ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അതായത് 10 ലക്ഷം തവണ, ബില്യൺ ടൈം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ഒരു സ്ട്രാൻഡ് നമ്മുടെ കിട്ടിയ, അതായത് സാമ്പിൾ കളക്ട് ചെയ്ത സ്ട്രാൻഡുമായിട്ട് മാച്ച് ചെയ്യുക. അപ്പോ ആ മാച്ചിങ്ങിൽ കൂടെ നമുക്ക് മാച്ചിങ് ആണോ എന്ന് അറിയുമ്പോഴാണ് ഐഡന്റിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഈ 10 ലക്ഷം തവണ നമ്മൾ ഇതിനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കത്തില്ലേ, അതിന് പറയുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഒരു എൻസൈം വെച്ചാണ്, ടാക് എൻസൈം, ചൂട് അരുവികളിൽ കാണുന്ന ഒരു ബാക്ടീരിയത്തിന്റെ ഒരു എൻസൈം എടുത്തു വെച്ചാണ് ഈ പ്രക്രിയ നടത്തുന്നത്. കാര്യം ഈ പ്രക്രിയക്ക് പല ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്, ചിലപ്പം കൂടും ചിലപ്പം കുറയും. ഇതെല്ലാം സഹിക്കാൻ തക്ക ഒരു എൻസൈമാണ് ഈ ടാക് എൻസൈം. അത് വെച്ചാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെക്നിക്ക് വെച്ചാണ് നമ്മൾ ഈ ചെറിയ ഒരു ഭാഗം DNA കിട്ടുന്നതിനെ നമ്മൾ സാമ്പിൾ DNA ആയിട്ട് യോജിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോ പല പല ടെക്നിക് ഉണ്ട്. ഇപ്പോ ഈ ഒരു പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു അവസ്ഥയാണ്. കാര്യം എന്താ, ഇതൊരു വലിയൊരു എക്സ്പ്ലോഷൻ ആണ്. ഈ എക്സ്പ്ലോഷന് സോഫ്റ്റ് ടിഷ്യൂ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്താ പറ്റുന്നത്, നമുക്ക് കിട്ടുന്ന വല്ല യെല്ലോ പല്ലോ ആയിരിക്കും. ഈ യെല്ലോ പല്ല്, ഈ എല്ലിൽ നിന്നോ ഈ പല്ലിൽ നിന്നോ ഒരു ചെറിയ സ്ട്രാൻഡ് DNA നമ്മൾ കളക്ട് ചെയ്യുക. ആ ചെറിയ സ്ട്രാൻഡ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൂട്ടുക. ആ കൂട്ടിയതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് ആ ഒരു സ്റ്റാൻഡ് വെച്ച് സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ് അനാലിസിസ് എന്ന് പറയും. STR ടെക്നിക്ക് എന്ന് പറയും. അതായത് ഒരു 4 പടികൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 4 പടികൾ, ബേസ് പെയർ. ഈ ബേസ് പെയറിന്റെ റെപ്പിറ്റേഷൻ എങ്ങനാണോ ആ സാമ്പിൾസിന്റെ റെപ്പിറ്റേഷനുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അത് വെച്ച് മാച്ച് ചെയ്യുമ്പോഴാണ് ഐഡന്റിഫിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ, നമ്മൾ ജനിക്കുന്നതെല്ലാം ഒരു ഗോപിണി വെച്ചാണ്. ഈ ഗോപിണിയുടെ ഓരോ പടിക്കും ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. ഈ പടിക്കെല്ലാം 4 പേരുണ്ട്. ഈ 4 പേരും പല ടൈപ്പിലാണ് നമ്മുടെ ശരീരത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള ആ നമ്മൾ പിടിച്ച ഗോപിണി തല തൊട്ട് അങ്ങ് പാദം വരെ ഈ ഗോപിണിയുടെ ഈ എണിയെല്ലാം കറക്റ്റ് ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. അതിനാണ് DNA ഒരാളുടെ സെപ്പറേറ്റ് ആയിരിക്കും. എന്റെ സെപ്പറേറ്റ് DNA, നിങ്ങളുടെ സെപ്പറേറ്റ് DNA, അല്ലെ? അപ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും. ഈ പടികളുടെ വ്യത്യാസം അനുസരിച്ച്, വേരിയബിൾ നമ്പർ, ടാൻഡം റിപ്പീറ്റ് അനുസരിച്ച് ഇത് യോജിക്കുന്ന പടിയായിട്ടുള്ള യോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആളെ കാണുന്നത്. ഇവിടെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് മൈറ്റോകോൺഡ്രിയൽ DNA ആണ്. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ബേൺ ഔട്ട്, അതായത് ഒരു സ്ഫോടനം നടന്ന സാഹചര്യത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഫോറൻസിക് ആൾക്കാർ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈറ്റോകോൺഡ്രിയൽ DNA ഉപയോഗിക്കുക. അതാകുമ്പം ഇച്ചിരി ആണെങ്കിലും കുറെ ഇത് കിട്ടും, കോപ്പീസ് കിട്ടും. ആ മൈറ്റോകോൺഡ്രിയൽ DNA എടുത്ത് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ STR ചെയ്യുക, അതായത് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ് അനാലിസിസ് ചെയ്യാം. അതാകുമ്പോൾ ഇച്ചിരി സ്ട്രാൻഡ് മതി, അത് ക്വാളിറ്റീവായിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രഞ്ജിതയുടെ ആങ്ങളെ ആദ്യം വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചു. അതെന്താ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ ഭാഗത്ത് പറയുന്നത്. കാര്യം നമ്മൾ ഈ ഒരു ടെക്നിക്ക്, DNA കളക്ഷൻ, ഏത് DNA ആണ് ഉപയോഗിച്ചത്? മൈറ്റോകോൺഡ്രിയൽ DNA ആണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ശരീരത്ത് 2 ടൈപ്പ് DNA ഉണ്ട്, ന്യൂക്ലിയർ DNA, മൈറ്റോകോൺഡ്രിയൽ DNA. ഇതിനകത്ത് ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ന്യൂക്ലിയർ DNAയുടെ 50% അച്ഛൻ്റെ നിന്നും 50% അമ്മയുടെ കയ്യിൽ നിന്നുമാണെങ്കിൽ, നമ്മളുടെ മൈറ്റോകോൺഡ്രിയൽ DNAയുടെ 100% അമ്മയുടെ കയ്യിൽ നിന്നാണ് വരുന്നത്.
ഇപ്പോൾ എന്റെ മൈറ്റോകോൺട്രിയൽ DNA യുടെ 100% എന്റെ അമ്മയുടെ നിന്നാണ്, എന്റെ അമ്മയിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൂട്ട് ഈ പറയുന്ന വ്യക്തിയുടെ, രഞ്ജിതയുടെ അമ്മയുടെ മൈറ്റോകോൺട്രിയൽ DNA യുടെ എക്സാക്ട് റിപ്ലിക്ക, 99% റിപ്ലിക്ക ആയിരിക്കാം ഈ രഞ്ജിതയുടെ മൈറ്റോകോൺട്രിയൽ DNA. അപ്പോൾ ഇത് മാച്ച് ആക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ചത്. നമുക്കറിയാം ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു അപകടമാണ്. എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു അട്ടിമറിയാകാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു 99% എൻ്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോക്സിന് കേടുപറ്റിയിരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സിന് കേടുപറ്റാനുള്ള സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ കേട്ടു. ഈ കാര്യം ഒരു സാഹചര്യത്തിലും കേടുവരാത്ത ആ ഒരു സംഭവത്തിന് കേടുപാടുകൾ, അതിന്റെ വീഡിയോ റിട്രീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി, തടസ്സം ഉണ്ട്. അത് അമേരിക്കയിൽ വിട്ടിരിക്കുകയാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് വരുത്തിക്കൊണ്ട് ആ ടെക്നിക്കൽ എറർ, നേരത്തെ പല ആൾക്കാരും പറഞ്ഞു ഇലക്ട്രിക്കൽ കംപ്ലൈന്റിന് ചാൻസ് കൂടുതലുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്തത് ഈ ടെക്നീഷ്യന്മാരാണ്. അപ്പം ഇതൊന്നും നമ്മൾ ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ അറിയത്തില്ല. ഇതിപ്പോ നാളെ ഒരു അട്ടിമറിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അപകടമാണെങ്കിലും ജനങ്ങൾ ഒരിക്കലും അറിയത്തില്ല, കാര്യം ബോധിപ്പിക്കത്തില്ല. ഗവൺമെന്റ്, ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങളെ അത് ബോധിപ്പിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു എക്സ്പോഷറാണ് നടന്നിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ശരീരഭാഗം, നമ്മുടെ ശരീരം എത്രത്തോളം ലോലമാണ്, ചിലപ്പോൾ ഒരു വായുവായിട്ട് തന്നെ പോയി കാണാം. അപ്പോ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കൂടെ മരിച്ചുപോയ പ്രിയ ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭൗതിക ശരീരത്തിൽ ഏതൊരു ഭാഗം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചും അവരുടെ കുടുംബത്തിനും അവരുടെ ആ കുഞ്ഞിനും അമ്മയ്ക്കും മനഃശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ, നാളെ ഇതുപോലെ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.